2000 കൊടുത്തിരുന്നതാണ് 1300 ആക്കാം. 1300. അതൊരു ഒരു മാസത്തേക്ക് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു മാസത്തേക്ക് നമ്മള് 1200 200 രൂപ 1250 ആക്കി 1250 ലാസ്റ്റ് കിട്ടും. തങ്കയത്ത് അഗ്രോ ഫാമിന്റെ തന്നെ മറ്റൊരു തോട്ടത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. വിയറ്റ്നാം സൂപ്പർ റെയറിലാണുള്ളത്. സൂപ്പർ റെയറിൽ നമ്മളെ മദർ പ്ലാന്റുകൾ നമ്മളിപ്പോൾ ഇതിന്നൊക്കെ തന്നെ എടുക്കുന്നത്. ഇതിപ്പം തന്നെയാണ് നമ്മൾ മെജോറിറ്റി പ്ലാന്റുകളും നമ്മളെ നഴ്സറിയിലേക്ക് എത്തിക്കാറുള്ളതല്ലേ. ഇതൊക്കെ നമ്മളെ ഓവറായിട്ട് വെട്ടിയിട്ടതാണ്, ചെറുതാവും വളരൂല അങ്ങനെ വഴി. ഈ പുറത്ത് ഇതുണ്ടോ, ഇതൊക്കെ നമ്മളെ നിറയെ ഇത് കൂട്ടിയിട്ട് ചക്ക നോക്കാം, ഒക്കെ വെട്ടിയിട്ടതാണ്, വെട്ടിക്കളഞ്ഞതാണ്. ഇതൊക്കെ നമ്മളെ ഇതിൻ്റെ പ്ലാന്റുകളാണ്. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആ തോട്ടമല്ല കേട്ടോ, അത് നമ്മൾ നഴ്സറിൻ്റെ അടുത്തല്ല. ഇവിടേക്ക് നമ്മൾ ആദ്യമായിട്ട് വരണം. നമ്മൾ നഴ്സറിൻ്റെ തൊട്ടടുത്തല്ല, നമ്മൾ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ വിട്ടാണുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും ഇങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ ആരും വരലില്ല. ഇവിടെ നമ്മൾ ഒരുവിധം ഇവിടെ നമുക്ക് തെങ്ങിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അവർക്ക് കൊണ്ടുപോകാനുള്ളതാണ്. തെങ്ങിൻ്റെ സ്റ്റോക്ക്, ഇതൊക്കെ ഗംഗാബോണ്ടൻ്റെ സ്റ്റോക്കാണ്, വലിയ വലിയ സ്റ്റോക്കുകൾ. അങ്ങനെ ഇത് മൊത്തം കാര്യമായിട്ട് നമുക്ക് തെങ്ങാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളെ മദർ പ്ലാന്റുകളായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ റംബുട്ടാൻ യെല്ലോൻ്റെ പ്ലാന്റ് യെല്ലോണാണ്. ഇതിപ്പോൾ ഞങ്ങൾ കായൊക്കെ ഫുള്ള് അറുത്തതാണ്. അത് ഇപ്പോൾ 1-2 കായൊക്കെ അതിൽ കാണാം. പിന്നെ അപ്പുറത്ത് റംബുട്ടാൻ്റെ 80 ഉണ്ട്. പിന്നെ നമ്മുടെ മാംഗോസ്റ്റിന് ഇതൊക്കെ കാഴ്ചതാണ്, വാഴ്ച പ്ലാന്റുകളാണ്. പേരുണ്ടല്ലേ, പിന്നെ ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്ത് വെച്ചാൽ കിലോ പേരാണ്. ഇതൊക്കെ നമ്മളതിൽ തന്നെ എടുക്കുന്നത്. പേരൊക്കെ ഇനിയും കാണിച്ചു തരാം, അങ്ങോട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയുണ്ട്. പിന്നെ ഇത് ഇതാണിപ്പോൾ നമുക്ക് പിന്നെ മൾബറിയാണ്. ഇത് നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. അത് നമ്മളെ മൾബറിൻ്റെ ഇതൊക്കെ മുമ്പ് ഇതാണ്ട് നമ്മൾ കൊണ്ടുവച്ച് കവറിൽ തന്നെ മുളച്ച് ഏതാണ്ട് 10 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്ന് നോക്ക്, ഇവിടെയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഇതിൽ കാര്യമായ ഒരു അളവും തെങ്ങാണ്. നമ്മൾ തെങ്ങ് ഇവിടെയാണ് വെക്കാറ്. ഗംഗാബോണ്ടം ഈ താഴെ കണ്ടെന്ന് നോക്കൂ, ഇതൊക്കെ ഫുള്ള് ഗംഗാബോണ്ടാണ്. ഇവിടെയൊക്കെ കാറ്റുമൂണ് കാഴ്ച നിൽക്കണോ, ഇതൊക്കെ നമ്മുടെ മണ്ണിൽ വെച്ചത്. അത് വേറെയുണ്ട് കുറേ. നമ്മളിതൊരു തോട്ടമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. സൈഡിലൂടെ ഇതൊക്കെ വെച്ചു. ഇനി ഇവിടെ വന്ന് നോക്ക്, ഇവിടെ ഇനി ഇതന്നെ കിലോ പേര നിറച്ച് കാഴ്ച. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഫുള്ള് പുഴുക്കേട് വന്നു. വലിയൊരു മരം തന്നെ. ഇതിലൊക്കെയുള്ള കായ നോക്ക്, ഇതൊക്കെ ലേറെ എത്ര കായ നോക്ക്. പക്ഷേ കംപ്ലീറ്റ് ഇപ്പോൾ ഈ മഴ ഇതും വന്നിട്ട് പുഴുക്കേടായി വന്ന് നിൽക്കുകയാണ്. നമ്മളതിനെ പരിചരിക്കണം. ഇതിനൊക്കെ നമ്മൾ മെഡിസിനും എത്ര പൂര കായയുടെ തുരുതുര ഫുൾ കിലോ പേരൻ്റെയാണ്. ഒക്കെ നമ്മൾ അതിലൊക്കെ ഉണ്ട് ലെയർ. ഇതൊക്കെ തന്നെ നമ്മൾ ലെയർ ചെയ്യുന്നത്. കമ്പന്നെ ഒടിഞ്ഞു വീണു. ഇപ്പോൾ നോക്കാം, കമ്പ് ഒടിഞ്ഞ് വീണ് കിടക്കണുണ്ടോ. നല്ല സൈസുള്ള കായകളും. ചക്കപ്പൊക്കെ ഇപ്പോൾ ഈ മഴ കാരണം എന്താ റെഡ് അലർട്ടല്ലേ, അലർട്ടിലുള്ള ഒരു 15 ദിവസമല്ല, ഒരു മാസത്തോളം അതിലിപ്പോൾ ഈ മഴ തുടങ്ങിയിട്ട് അടിച്ച മഴയല്ലേ. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റ്? അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ടുണ്ടാവും. എങ്ങനെ അത്ര കറക്റ്റ് എനിക്ക് പറയാൻ വയ്യ, എന്തായാലും 10 വർഷമായിട്ടുണ്ടാവും. നമ്മുടെ നഴ്സറി തുടങ്ങുന്നതിൻ്റെ മുമ്പ് വെച്ചതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റുകളൊക്കെ. കാരണം അത് നമ്മൾ അന്ന് നമ്മളിങ്ങനെ തോട്ടമായിട്ട്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ, നമുക്കിതിലൊക്കെ താല്പര്യമുള്ളതാണ്. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവച്ച കുറേ ഇനങ്ങളാണ്. അതിന് പക്ഷേ പലതും നമുക്ക് വെട്ടിക്കളയേണ്ടി വന്നു കേട്ടോ. കാരണം അന്ന് നമുക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ പല നഴ്സറികളിൽ നിന്നും പലതും കിട്ടിയത് നമുക്കത് അത്ര പിന്നെ നല്ല പ്ലാന്റുകളല്ലാത്തൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടത് തന്നെയാണ് അന്ന് കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റൊക്കെ. മൾബറി അല്ലേ, മൾബറി ഒക്കെ. അതാണ് കവറ്, ഇതിൻ്റെ അകത്ത് നോക്കാം, കവറ് കാണാം അവിടെ. ഇതാ കവറ് ചീന്തിക്കിടക്കാം, കവറിൽ വെച്ചതാണ്. ആ വെച്ചെടുത്ത് മുളച്ചത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് ചെമ്പടാക്ക് ചീനിയാണിത്. ചെമ്പടാക്ക് ചീനി. ചെമ്പടാക്ക് ചീനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വരിക്കച്ചക്കയാണ് അത്? വരിക്കല്ല, ഇത് ചെറിയ പിന്നെ നമ്മുടെ എന്താണ് കൂഴച്ചക്ക എന്ന് പറയില്ലേ, പടച്ചക്ക, പഴഞ്ചക്ക നമ്മൾ പറയുന്നത്. അതിൻ്റെ ലീഫ് തന്നെ ഉണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വിയറ്റ്നാം ഹെർലിൻ്റെ ലീഫാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അത് വെച്ചൊക്കെ തന്നെ. ഇത് വേറെ കുറച്ച് നീണ്ടിട്ട് കുറച്ച് വലുപ്പത്തിലാണ് വരുന്നത്. ഒരു കനം കമ്മിയാണ് വളരെ. നമ്മൾ ഇതിൻ്റെയൊക്കെ പോലെ വിയറ്റ്നാമിൻ്റെയൊക്കെ പോലെയാണ് ലീഫ്. പക്ഷേ ശരി, പപ്പായൻ്റെ തന്നെ പപ്പായ ശരിയാവാൻ പറഞ്ഞു കേട്ടോ. ഒരു പപ്പായൻ്റെ ഷേപ്പ് ആ ലീഫിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു കൂഴച്ചക്ക നല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ പഴഞ്ചക്ക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടുന്ന നാടൻ ചക്കനെ പോലെയല്ല, അത്ര അങ്ങോട്ട് ജ്യൂസ് അല്ല. പക്ഷേ ഒരു എന്താ പറയുക, അങ്ങനെ അളിഞ്ഞു പോകുമല്ലോ, അങ്ങനെയല്ല. ഇത് നല്ല ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. കഴിഞ്ഞ ആഴ്ച അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു വലിയ ചക്ക ഇട്ടതാണ്. ഇത് ചെറിയൊരു ചക്കയാണ്. അതാ ആ ഞെട്ട് കണ്ടോ, അവിടെ നിന്ന് വലിയൊരു ചക്കപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ് ആ ഞെട്ട്. നല്ല ചക്കയായിരുന്നു. ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ബഡ് ചെയ്യണം വിചാരിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ
നല്ലൊരു വെറൈറ്റിയാണ്. വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റും. ഇത് ബ്രസീലിയൻ മൾബറി യെല്ലോ ആണ്. നല്ല തുരുതുര കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിൽ കാണാത്തത്ര കായ ഉണ്ട്. നല്ലൊരു റിസൾട്ട് ഉള്ള വെറൈറ്റി കൂടിയാണ്. ഇപ്പം നമ്മൾ ലെയർ ചെയ്ത് നല്ല റിസൾട്ടാണ്. നമ്മൾ ലെയർ ചെയ്ത് വെച്ചാണ് ഇതൊക്കെ കംപ്ലീറ്റ്. ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ എടുക്കാറ്. ഓക്കെ, നല്ല വെറൈറ്റി. ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക. ഇവിടെ എല്ലാം എന്താ നിറയെ, എവിടെയും കായ്ക്കൊരു കുറവുണ്ടാവില്ല. ഈ വർഷക്കാലം ഈ മഴത്ത് ഇതൊക്കെ ഒരു ഓൾ സീസൺ പോലെ കായ്ക്കുന്നതാണ് കേട്ടോ. കണ്ടോ, നിറച്ച് കൊല കുത്തി കായ. ഇപ്പൊ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുകളിൽ. 10 വർഷം അതിന്റെ വണ്ണം നോക്ക്, ഒന്ന് നോക്കാം, എടുത്ത് കുടിച്ചു നോക്കാം, ആ സൈഡ് കുടിച്ചു നോക്കാം. അത്രയും വണ്ണം ഉണ്ട്. ഭയങ്കര സൈസാണ്. നല്ല സൈസ് തന്നെയാണുള്ളത്. ഓക്കെ, അതിന് 10 വർഷമായി. ഇനി 2 കൈ കൂടി വേണമെന്നുണ്ട്. നമ്മുടെ N18 വെറൈറ്റീന്റെ മദർ പ്ലാന്റ് ആണ്. ഇക്കതിപ്പോ ഏതാണ്ട് എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റാ? ഒരു 10 വർഷത്തിന്റെ മുകളിലുണ്ടാവും. ഇത്തവണ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ആ, നല്ല കായ ഉണ്ടായത്. എല്ലാ തവണയും ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല. ഒരു 10 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പുറത്ത് നോക്ക്, ഇതിലൊക്കെ പഴുത്തതിനെ നമ്മൾ കുറെ അറുത്തു. അപ്പൊ ഇതുമെന്നാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ആ, ഇതുപോലത്തെ മരങ്ങൾ ഇനി നമ്മളെ തൊടികളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നമ്മൾ ഈ ഓഫീസിന് ചാരി നമ്മുടെ ഒരു വെറുതെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുളം ഒക്കെ പടം ഇങ്ങനെ ചെയ്തൊരു ഭംഗിക്ക് എടുത്ത ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്താൽ. ഇതിപ്പോൾ മദർ പ്ലാന്റ് കഴിച്ച റംബുട്ടാനിൽ നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നതാണ്. ബെഡൊക്കെ നഴ്സറിക്കാർക്കും കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട്. നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുന്ന റീറ്റെയിലിൻ്റെ ഒക്കെ അത്ര അധികം നമുക്ക് കാരണം റംബുട്ടാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000, 15,000, 20,000 ഒക്കെ ടൈമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഹോൾസെയിൽ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും. നഴ്സറിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചെറുതുകൊണ്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മളെ ലോങ്ങൻ തന്നെ അടുത്ത സ്റ്റോക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? അതെ. ആ, ലോങ്ങൻ അടുത്ത ഇനിയുണ്ട്. ലോങ്ങൻ ഇതിപ്പോൾ ഏതാ പ്ലാവ് വെറൈറ്റി? ഏതാ ഇത്? പിന്നെ J33. ഇതൊക്കെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വളർത്താൻ വേണ്ടി വെച്ചാണ്. ഇത് ഇപ്പോൾ സെയിലിനുള്ളതല്ല, നമുക്ക് നിലവിൽ അടുത്ത ഇതിലേക്ക് വരാനുള്ളത് വലിയ കവറിലേക്ക് മാറ്റി വെച്ചതാണ്. ഷൗക്കത്ത് അപ്പൊ ഇത് നമ്മുടെ സീറ്റമ്പാഴല്ലേ? അതെ, സീറ്റമ്പാഴം. സീറ്റമ്പാഴം നല്ല റിസൾട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ. നല്ല റിസൾട്ടാണ്. ഇത് ശരിക്കും ഓരോ വീട്ടിലും വെക്കേണ്ട ഒരു ഫ്രൂട്ടാണ്. ഇത് ഫ്രൂട്ടായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് പിന്നെ അച്ചാറ് പോലുള്ള ഉപയോഗങ്ങൾക്ക്, ഉപ്പിലിടാൻ പറ്റില്ല, ഉപ്പിലിടാൻ എല്ലാത്തിലും. അതായത് ഈ ഒരു പ്രായം ഉണ്ടല്ലോ, ഈ പ്രായത്തിലും ശരിക്കും പണ്ട് നമ്മൾ അമ്പായം ഉപയോഗിച്ചിരുന്ന അതേപോലത്തെ നമ്മുടെ അച്ചാറും കാര്യങ്ങളൊക്കെ നമ്മൾ കുറിയർ ഉപയോഗിക്കുന്ന അതേ സ്വഭാവത്തിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ അതിന് ഒരു ശരിയ മധുരം തുടങ്ങിയിട്ടുണ്ടാവും. അതായത് ഈ സൈസിൽ. പഴയ അമ്പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈസിൽ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇത് ചണ്ടിയായി പോവല്ലായിരുന്നുണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ ഇത് നമുക്കിത് എളിമിച്ച് വരിക ചെയ്യുക. അതൊന്നും കൂടെ മധുരം സ്വീറ്റായി പുളി പോയി. ഈ ഒരു സമയത്തൊക്കെ തന്നെ സ്വീറ്റിലേക്ക് വന്നു. സ്വീറ്റ് മീൻസ് പുളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് നല്ല കട്ടി മധുരം എന്നല്ല നമ്മൾ. അതെ, അത് പുളി പോയിട്ട് ലാസ്റ്റിൽ മധുരം വരും. അപ്പോൾ അതിലുണ്ട്, നമുക്ക് സാമ്പിൾ ഞാൻ എടുത്തു തരാം. ഇതുണ്ട് ഓരോ കൊലയിൽ ഇതൊക്കെ ഒരു കിലോ ഉണ്ടാവും ആ സൈസിൽ. അത് ഒന്നല്ല, എല്ലാ നീ കണ്ടില്ല അവിടെ ഓരോന്നും എല്ലാ പ്ലാന്റും ഉണ്ട്. ഇത് നമുക്ക് ഡ്രമ്മിലും കൂടി ഡ്രമ്മിൽ വെക്കാം. വീട്ടില് നമ്മളെ പിന്നെ ചെറിയ ലൈറ്റ് കിട്ടിയാൽ മതി. ഇതിപ്പോ നമ്മൾ ഷെഡിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അത് സ്ഥല സൗകര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ ഒരു ഭംഗിക്ക് ചെടിയെ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെടിന്റെ ഭംഗി തരുന്നില്ലേ ഈ ഫ്രൂട്ടും കൂടി നിൽക്കുമ്പോഴേ? ഇതിലൊക്കെ എത്ര ഫ്രൂട്ട് നിൽക്കുന്നത് ഇതിനെ കാണിച്ചു കൊടുത്ത്. അപ്പൊ ഈ ഒരു ഓർണമെന്റൽ രൂപത്തിൽ ഉപയോഗിക്കാതെ ശരിക്കും നമ്മളെ വീടിന്റെ മുമ്പിൽ ഏത് എനി ടൈം ഓൾ സീസണാണ്. ഇപ്പൊ ഈ കമ്പിൽ തന്നെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ഓൾ സീസൺ പുതിയ പൂവ് തരുന്നു, ഫ്ലവർ തരുന്നു, അതിന്റെ മൂത്ത കായ നിൽക്കുന്നു. അതാണ് ഇതിന്റെ ഒരു സ്വഭാവം. അപ്പൊ ഈ തൈക്കൊക്കെ എങ്ങനെ നമ്മളെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എങ്ങനെയുള്ളത്? ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് 600 രൂപയാണ്. ഈ 600 രൂപ മുതലുള്ള തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. പഴത്തോട് കൂടെ 600ലും കുറഞ്ഞിട്ടുണ്ടല്ലേ? ഇതിപ്പോ നമുക്ക് 400 രൂപയാണ് ഈ പ്ലാന്റിന്റെ വില. ഇതിലും ഇഷ്ടം പോലെ കായ ഉണ്ട്. കൊല കുത്തി കുറച്ചും കൂടെ സൈസ് കുറവാണ്. കൊല കുത്തി കായ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ ഒന്ന് കാണിച്ചത് ഇതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ 400 വരുന്നുള്ളൂ. 400 വരുന്നുള്ളല്ലേ? ഓ, ഇതുമല്ലോ അതേപോലെ റിസൾട്ടിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തണ്ട് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ. അതെ, ഓരോ ഓർണമെന്റലാണ്, ചെടിയെ പോലെ ഉപയോഗിക്കാം നമുക്ക് വീടിന്റെ മുമ്പിൽ. നമ്മളിപ്പോ നേരത്തെ കണ്ട അമ്പാഴത്തിന്റെ നമ്മളെ മദർ പ്ലാന്റ് ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്താണ്. മദർ പ്ലാന്റ് എന്നല്ല, നമുക്കൊരു ഷോ പ്ലാന്റ് പോലെ ഞങ്ങൾ ഇവിടെ ഷോക്ക് വേണ്ടി വെച്ചതാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്ലവർ, പിന്നെ ചെറിയ കായ അവൻ്റെ മേലെ നിൽക്കുന്നത്, അതിന്റെ ചെറിയ കായ, പിന്നെ വന്ന് വേറെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്ട് ഈ വലിപ്പമുള്ളത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വലുത്, നല്ല മുഴുത്തത്, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇതിമ്മ വരുന്നുണ്ട്. അതിനൊരു കായ പറിച്ച പഴുത്ത് നോക്കി. ഇതിൻ്റെ സൈസ് നോക്കും, ഒന്ന് അടുത്ത് നോക്കും. കായൻ്റെ സൈസ്
ഓ നമ്മളൊരു കൈയിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്കിത് മധുരമായി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പുളിയൊക്കെ പോയിട്ടുണ്ടാവും. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കണ്ടോ, ഇങ്ങനെ മാങ്ങന്റെ കുതിരി കത്തി തട്ടുന്ന പോലെ ശരിക്കും ഇങ്ങനെ തട്ടുന്നതാ മാങ്ങ. ഈ സമയത്ത് നമ്മൾ അമ്പാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കുമല്ലോ, നമ്മളെ നാടൻ അമ്പാഴത്തിൽ ഇതിന് ഒരു ആര് വന്നിട്ടുണ്ടാവും ഈ സമയം, ഈ പ്രായത്തിൽ. ഇത് നീ നോക്കേ, അതിൻ്റെ ഉള്ളിലെ കളർ തന്നെ. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ശരിക്കും മധുരം തന്നെ. ഇതൊരു അമ്പായം തിന്നുന്ന ഫീൽ ഉണ്ടോ? അമ്പാഴാണെന്ന് നമുക്കറിയാം, ഒരു പുളി മധുരം. അമ്പായത്തിന്റെ ചെറിയ ടേസ്റ്റ് എത്രയും കഴിക്കാം. നല്ല രസം. ഇപ്പോഴത്തെ നമ്മളെ ഷുഗർ പേഷ്യൻറ്റിനും ഇവർക്കൊക്കെ വളരെ നല്ല ഒരു സംഭവമാണ്. ഞാനിത് ഇവിടെ വന്നാലേ ഒരുപാട് എടുത്ത് കഴിക്കും. ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്. അത് കഴിച്ചു ഇതന്നെ ഇനിയും പഴുക്കാണ്ട്. ഇതിന്റെ ആ സെൻട്രൽ ഭാഗമൊക്കെ ഉണ്ടല്ലോ, നല്ല ഭയങ്കര മധുരമാണ്. കുറച്ച് അടുത്ത് കൊടുത്ത് നോക്കാം. സാധനം അടിപൊളിയാണ്. അടുത്ത് കൊടുത്ത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി. കണ്ട കച്ചറയൊക്കെ കൊണ്ടേക്കണേലാണ് സമ്മന്തി ഇറക്കാം, ഡയറക്റ്റ് ചട്നി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഡയറക്റ്റ് കഴിക്കാം, ഉപ്പിലിടാം. പിന്നെ അത്യാവശ്യം ഏത് സമയത്തും കിട്ടും. ഒരു ഓൾ സീസൺ വെറൈറ്റിയും കൂടിയാണ്. പിന്നെ ഈ വീടിന്റെ മുമ്പിൽ ഇതുപോലെ ചട്ടിയിലൊക്കെ വെച്ചാൽ കാണാൻ എന്താ ഭംഗിയുള്ള പുറമുണ്ടോ, നമ്മൾ ഭംഗിക്ക് വെച്ചാൽ. ഇത് ബനാന സപ്പോർട്ട് അങ്ങോട്ട് നിന്നെടുത്ത ദിവസം ഇതൊക്കെ നമ്മൾ 100 കണക്കിന് പീസാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഡിസ്പ്ലേ ആണ്. അടിപൊളി പ്ലാന്റ് ആണ്. ഒന്ന് കൈ നോക്കി നോക്കാം എത്ര വലിപ്പം. ആണോ, കൈ പൊക്കി എത്തൂല, അത്ര വലിയ 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 പ്ലാന്റുകളുണ്ട്. പിന്നെ ഇതാ നോക്കൂ, ഈ ബനാനയാണെന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. ഇതൊക്കെ നമ്മൾ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ ഇപ്പം നമ്മൾ 1500 രൂപയാണ്. ഒരു ഓഫർ എന്തെങ്കിലും ഉണ്ടോ? 2000 രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ്. 1300 ആക്കാം. 1300. അതൊരു ഒരു മാസത്തേക്ക് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു മാസത്തേക്ക് നമ്മള് 1200-ന് 1300 200 രൂപ 1250 ആക്കി. 1250 ലാസ്റ്റ് കേട്ടോ. ഇതിപ്പോ ലോങ്ങൻ നമ്മള് പിന്നെ വി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. ലോങ്ങന്റെ വി ഗ്രാഫ്റ്റ്. ലോങ്ങന്റെ ഏത് വെറൈറ്റി അത്? ഇത് നമ്മളിപ്പോ ഈ തായ് കൊഹാലയാണ്. തായ് കൊഹാലന്റെ വി ഗ്രാഫ്റ്റ് ആണ്. അപ്രോച്ച് ആയിട്ട് നമ്മളിപ്പോ ഉള്ളത്. അതെ, അതിന്റെ അടുത്ത സ്റ്റെപ്പ് വി ഗ്രാഫ്റ്റ് ആണ്. വി ഗ്രാഫ്റ്റ് ആണ് വരുന്നത്. അതെ അതെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോ ഇവിടെ പിന്നെ അവിടെ ലോങ്ങൻ കാണിച്ചത് ന്യൂ ബ്ലാക്ക് ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ച ബെഡ്, ലോങ്ങന്റെ ഫസ്റ്റ് കാണിച്ച ബെഡ്. ഇതൊക്കെ ലോങ്ങന്റെ ബെഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന തൈകളാണ്. ഇപ്പം ഈ തൈകളിലാണ് നല്ല സ്ട്രോങ് തൈകൾ. അതിനകത്താണ് ഇപ്പോൾ നമ്മൾ ബഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ വി ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇതേ തൈയിൽ വി ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ നീ ആ കവറിട്ട് കണ്ടത്. ഇത് ഈ ലൈനൊക്കെ ഇരിക്കുന്നത് അതിന് വേണ്ടിയുള്ളതാണ്. ഇത് റംബുട്ടാൻ ബഡ് ചെയ്യാനുള്ള സെക്ഷനുകളാണ്. ഇനി ബഡ് ചെയ്യുന്നത് ഈ തൈകളിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ബഡ് ചെയ്ത് മുളച്ച് വരുന്നൊരു ഐറ്റാണ് ഇപ്പോൾ ഇത്. നോക്കൂ, ഫസ്റ്റ് മുളച്ച് വരുന്നുള്ളൂ. ഇല്ല ഇതിപ്പോൾ ബഡ് ചെയ്തിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളൂ. കട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഈ സ്റ്റേജൊക്കെ ആവും. നമ്മൾ ഇപ്പോൾ നേരത്തെ താഴെ കാണിച്ചില്ലേ നമുക്ക് കൊടുക്കാനുള്ള, ഇപ്പോൾ നഴ്സറികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതാണിത്. ഇതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഇതിന് മുള തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ അടുത്ത സെക്ഷൻ ബെഡ് ചെയ്യാനുള്ളതാണ്. അതായത് ഇതൊക്കെ ബെഡ് ചെയ്യാനുള്ളതാണ്. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ നേരിട്ട് ചെയ്യാണ്. പുറത്തുനിന്ന് എടുത്തിട്ട് വന്നിട്ട് അല്ലല്ല, ഒക്കെ നമുക്ക് നല്ല നമ്മൾ തന്നെ ഉണ്ട്. കാരണം ഇപ്പൊ ഇതൊക്കെ പ്ലാവിന്റെ തൈ, ഇതൊക്കെ ഇവിടെ ഇതൊക്കെ പ്ലാവ് തയ്യാ. അപ്പൊ ഇത് കാണാനിട്ട് ഇതൊക്കെ പ്ലാവിന്റെ തയ്യായിലൊക്കെ അതൊക്കെ നമുക്ക് ബഡ് ചെയ്യാനുള്ളതാണ്. എല്ലാം നമ്മൾ തന്നെ ഇവിടെ ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ അവിടുന്ന് പറഞ്ഞില്ലേ നമ്മള് മറ്റേ ഇത് മൂവാണ്ടനാണ് നമ്മളിവിടെ ചെയ്തെടുക്കണ ബെഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടൂർക്കോണാണ്. നമ്മൾ അവിടെ നഴ്സറിയിൽ കാണിച്ചല്ലേ നേരത്തെ, കോട്ടൂർക്കോണം. ഇതൊക്കെ ഇവിടെ ഇത് അവിടെ കുറച്ചല്ലേ നമുക്ക് കാണിച്ചോളൂ. എല്ലാം ഇവിടെ നമ്മുടെ അടുത്ത് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട്. നഴ്സറികൾക്കും കൊടുക്കുന്നു, റീറ്റെയിലും കൊടുക്കുന്നു. ഇതൊക്കെ ഇപ്പൊ നേരത്തെ നമ്മൾ അവിടെ മിയാസാക്കിയൊക്കെ ബഡ് ചെയ്ത് വെച്ചത് കണ്ടില്ലേ, അതിന്റെ ബാലൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം. കട്ട് ചെയ്യാനുള്ള കുറെ ബഡ് ചെയ്ത് വെച്ച മാവുകൾ. ഇതാ ബാക്കി ഇതാ ഇവിടെ ഇതൊക്കെ തന്നെ മിയാസാക്കിയാണ് ഇതിരിക്കുന്നത്. അല്ല ഇത് ആട്ടുവീട്ടു ഉണ്ടോ, ആട്ടുവീട്ടു ബഡ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മളിത് പ്ലാവിൻ്റെത് ബഡ് ചെയ്യുന്നത്. അവർക്ക് എന്താ നമ്മൾ ഈ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ സെക്ഷൻ കാലിയാകുമ്പോൾ അവിടെ ഒറ്റയടിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് പിന്നെ അങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതൊക്കെ ബഡ് ചെയ്യാനുള്ളത്. അത് കുറച്ച് പുറത്ത് നമ്മൾ കാണിച്ചു. പക്ഷെ അതാണ് ഇത് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു സാധനം കാലിയാകുമ്പോൾ അവിടേക്ക് മറ്റേ മാറ്റും. അങ്ങനെ വരുന്നതാണ്.
ജബോട്ടിക്കാപ്പന്റെ നല്ലൊരു കളക്ഷൻ ഈ ഒരു ഭാഗത്തുണ്ടല്ലേ? ജബോട്ടിക്കാപ്പ സബാറയാണ് ഇതെല്ലാം. ഇതിപ്പോൾ നമ്മൾ ഈ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഒരു നഴ്സറിക്ക് ഇപ്പോൾ ഒരു ഏതാണ്ട് അവരെടുത്തിട്ടില്ല, അവരാണ് ആ നീല ടാഗൊക്കെ കെട്ടി വെച്ചിരിക്കണതാ. ഇതിലൊക്കെ കയറുണ്ടോ 25 പീസ് ഇപ്പോൾ ഇതിൽ ഒരു പാർട്ടിക്ക് വിറ്റിട്ടുണ്ട് ഒരു നഴ്സറിക്ക്. അതുപോലെ 40 പീസ് ഇപ്പോൾ ഞാനൊരു ഒരാഴ്ച മുമ്പ് വേറെ പാർട്ടിക്ക് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക്. ഇനിയുണ്ട് സ്റ്റോക്ക്, താഴേക്കുണ്ട്. നമ്മളെ അടുത്തുള്ളതൊക്കെ ബൾക്കായിട്ടുണ്ടാവും കുറച്ച്. അത് നമുക്ക് 100% ഉറപ്പുള്ള പ്ലാന്റുകൾ കായ്ക്കുന്നുള്ള ഉറപ്പുള്ളതല്ലേ ഉള്ളൂ. നമ്മൾ തന്നെ വളർത്തിയാണ്. ഇതൊക്കെ ഉണ്ടോ, ഈ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട്, ഇനി താഴെയുണ്ട് സബാറ. ഇതിന്നൊരു 25 പീസ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ആ ബ്ലൂ കയർ കെട്ടിവിട്ട്. പിന്നെ ഈ ജാതി ഒന്ന് മേലെ കുടിച്ചോ. ജാതി നമ്മൾ ബഡ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ബഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സെക്ഷനിലൊന്ന് പോവാം. എല്ലാം നമ്മൾ തന്നെയാണ്. ഇതിപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര സ്പേസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ പോയി കണ്ടില്ലേ, ഫസ്റ്റ് ഷൂട്ട് ചെയ്തെടുത്തില്ലേ, അവിടെ ഒരു 50 ഉണ്ട്. 50 സെന്റാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു 4 ഏക്കർ ഉണ്ട്. പിന്നെ നമ്മളെ നഴ്സറി നിൽക്കുന്ന അവിടെ ഒരു 50 സെന്റ് ഉണ്ട്. പിന്നെ പെരിന്തൽമണ്ണ ഒരു സൈറ്റ് വേറെ ഉണ്ട്. ഇത്തരം സൈറ്റിൽ ഒന്നിച്ചാണ് നമ്മൾ ഏതാണ്ട് 6 ഏക്കർ ഇപ്പം നമുക്ക് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഈ ചെരിച്ച് വെച്ചതൊക്കെ ജാതി കട്ട് ചെയ്ത് വെച്ചതാ. ബഡ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് മുള വന്നുകൊണ്ടിരിക്കുന്നത്. ജാതി ഇങ്ങനെ ചെരിച്ചു കൊടുക്കും, അപ്പോഴാണ് അതിന് മുള വരുന്നുണ്ട്. ഇതിന് ബഡ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ചരിച്ചു കൊടുക്കണം. അതിന് മുള കണ്ട പൊട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെരിച്ചു വെക്കണം. ഓരോ ഐറ്റംസിനും ഓരോരോ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. റംബുട്ടാൻ ഇതിൻ്റെ ആവശ്യമില്ല, ഇതിങ്ങനെ ചരിച്ചു വെക്കണം. ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ